സിദ്ദിഖിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയെ സമീപിക്കുക എന്നത് മാത്രമാണ് ഇനിയുള്ള ഒരു നിയമപരമായ വഴി. പക്ഷേ അതിന് കാത്തിരിക്കേണ്ട ബാധ്യത പോലീസിനില്ല, അന്വേഷണ സംഘത്തിനില്ല. പോലീസിന് ഇപ്പോൾ ഈ സിദ്ദിഖ് ഒരു പ്രതി എന്ന നിലയിൽ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചാൽ പോലും അതിൽ നോട്ട് ടു അറസ്റ്റ് എന്ന നിലയിൽ ഒരു ഉത്തരവ് കോടതിയിൽ നിന്ന് വരുന്നത് വരെ ഏത് ഘട്ടത്തിലും ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമപരമായൊരു തടസ്സവും പോലീസിനില്ല. ആ നിയമപരമായി അറസ്റ്റിലേക്ക് നീങ്ങുന്നതിന് വേണ്ട സാഹചര്യം പോലീസിന് മുന്നിൽ തുറന്ന് കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിരാകരിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു നിയമപരമായ ഇടപെടൽ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത് വരെ പോലീസിന് എപ്പോൾ വേണമെങ്കിലും സിദ്ദിഖ് എന്ന പ്രതിയെ ഈ ബലാത്സംഗ കുറ്റത്തിൽ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമപരമായ ഒരു തടസ്സവുമില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് മേധാവി ഇപ്പോൾ അറസ്റ്റ് എന്ന നിലയിലേക്ക് കൊച്ചി സിറ്റി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഒളിവിലുള്ള പ്രതിയെ കണ്ടുപിടിക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട്. ഇനിയിപ്പോൾ അറസ്റ്റ് ഒഴിവാക്കാൻ പോലീസ് ശ്രമിക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത തുറന്നു കൊടുക്കേണ്ടത് ആ നിലയിൽ പോലീസ് അതിന് വഴിയൊരുക്കുന്നു എന്ന വിമർശനം നേരിടുകയും ചെയ്യും. പക്ഷേ ഇവിടെ ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുന്നു, ഈ ഒളിവിലുള്ള പ്രതിയെ കണ്ടെത്താനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ പ്രതിയുള്ള സ്ഥലങ്ങൾ, പ്രതി ഉണ്ടാകാനിടയുള്ള സ്ഥലങ്ങളൊക്കെ ഇതിനോടകം പോലീസിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. നേരത്തെ ശ്യാം ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു. ഈ പ്രതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ അയാൾക്കെതിരാണ് ഹൈക്കോടതി വിധിയെങ്കിൽ ഉടനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആ പ്രതി എവിടെയുണ്ടെന്ന് നേരത്തെ കണ്ടെത്തുക, അയാളെ പോലീസിൻ്റെ ഒരു നിരീക്ഷണ വലയത്തിൽ നിർത്തുകയൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കാറുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ ഇന്നലെ വൈകിട്ട് കൊച്ചിയിൽ വീട്ടിലുണ്ടായിരുന്ന സിദ്ദിഖിനെ എന്തുകൊണ്ട് ഈ ജാമ്യാപേക്ഷ നിരാകരിച്ചതിന് തൊട്ടു പിന്നാലെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല പോലീസിന് എന്നുള്ളത് ഒരു പരാജയമാണ്, ഒരു തിരിച്ചടിയാണ്. കാരണം ഇയാൾക്ക് ജാമ്യം കിട്ടില്ല എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നില്ലേ എന്നൊരു സംശയം നമുക്കുണ്ട്. ഇനിയിപ്പോൾ ജാമ്യം കിട്ടുമെന്നൊരു അമിത ആത്മവിശ്വാസം ഈ പ്രതിക്കുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം പ്രതി ഈ ദിവസങ്ങളിൽ കൊച്ചിയിലുണ്ടായിരുന്നു. വിധി വരുന്നതിന് തലേന്ന് ഈ പടമുകളിലെ വീട്ടിൽ അയാൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലും എവിടേക്ക് പോകും എന്ന് പോലീസ് അന്വേഷിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്തിരുന്നില്ല എന്നുള്ളത് ഒരു പരാജയം തന്നെയാണ്, ഒരു തിരിച്ചടിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സമയത്ത് സുപ്രീം കോടതിയിലേക്കൊക്കെ പോയി പെട്ടെന്നൊരു ഇടപെടലിന് കളമൊരുക്കുന്നത്.